എല്ലാവർക്കും നമസ്കാരം. ഈ ആങ്സൈറ്റി ആണെങ്കിലും ഡിപ്രഷൻ ആണെങ്കിലും OCD ആണെങ്കിലും BPD ബൈപ്പോളർ ഡിസോർഡർ ആണെങ്കിലും ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ആണെങ്കിലും ഇതിലെല്ലാം പൊതുവെ കാണപ്പെടുന്ന നമ്മളെല്ലാവരും പറയുന്ന നെഗറ്റീവ് തിങ്കിങ് എന്ന് പറഞ്ഞൊരു ഭാഷയുണ്ട്. നെഗറ്റീവ് തിങ്കിങ് അതായത് ഇറാഷണൽ തോട്ട്സ്, അടിസ്ഥാനമില്ലാത്ത ചിന്തകൾ. ആ ചിന്തകളെ നമ്മൾ ഒന്ന് ചെറുതായി ഒന്ന് വിശകലനം ചെയ്യാൻ പോവാണ്. ഇതിൽ നമുക്ക് 2 പാർട്ടായിട്ട് കാണാം. ഞാൻ പറയാൻ പോകുന്നത് 10 അത്തരം ചിന്തകളെ കുറിച്ചാണ്. അതിന് നമുക്ക് 2 പാർട്ടായി ചെയ്യാം. 5 ചിന്തകൾ ഒരു വീഡിയോയിൽ ചെയ്യാം. അടുത്ത 5 ചിന്തകൾ ഞാൻ വേറെ വീഡിയോയിൽ ചെയ്യാം. ചിന്തയിലെ വൈകല്യങ്ങൾ എന്ന് പറയാം. ചിന്തയിലെ വൈകല്യങ്ങൾ എന്ന് നമുക്കതിനെ പറയാം. അതേപോലെ തന്നെ എറോണിയസ് തിങ്കിങ്, ആവശ്യമില്ലാത്ത ചിന്തകൾ, അനാവശ്യമായ ചിന്തകൾ, ഇറാഷണൽ തോട്ട്സ്, അടിസ്ഥാനമില്ലാത്ത ചിന്തകൾ എന്നെല്ലാം നമുക്ക് പറയാം. പക്ഷേ ആങ്സൈറ്റിയിലും ഡിപ്രഷനിലും OCDയിലും ബൈപ്പോളർ ഡിസോർഡറിലാണെങ്കിലും ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ആണെങ്കിലും മറ്റ് പല പേഴ്സണാലിറ്റി ഡിസോർഡറുകളിലും എല്ലാം കാണപ്പെടുന്ന വളരെ കോമൺ ആയിട്ടുള്ള, മിക്കവാറും എല്ലാവരും അനുഭവിക്കുന്ന ചില ചിന്താ പാറ്റേൺസ് ഉണ്ട്, തിങ്കിങ് പാറ്റേൺസ് ഉണ്ട്. ആ പാറ്റേൺസിനെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിലും പാർട്ട് 2 വീഡിയോയിലും പറയുന്നത്. ഈ വീഡിയോ മുഴുവനായും കാണുക. ദയവ് ചെയ്ത് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കമൻറ്റ് സെക്ഷൻ വായിക്കരുത് എന്നുള്ളത് എൻ്റെ അഭ്യർത്ഥനയാണ്. എല്ലാ ഞായറാഴ്ചയും രാത്രി 9:30 മണിക്ക് യൂട്യൂബ് ലൈവിൽ ഞാൻ നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം, നിങ്ങളുടെ ചോദ്യങ്ങൾ ചോദിക്കാം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ബെൽ ബട്ടൺ അമർത്തുവാനും മറക്കരുത്. മാനസിക പ്രശ്നമുള്ളവർക്ക് സാധാരണ വരുന്ന ചിന്താ പാറ്റേണുകൾ ഏതൊക്കെ? ബ്ലാക്ക് ഓർ വൈറ്റ് തിങ്കിങ് എന്ന് പറയും. ഇങ്ങനെ ചിന്തിക്കുമ്പോൾ 2 കാര്യങ്ങൾ മാത്രമേ, 2 ഭാഗങ്ങൾ മാത്രമേ അറിയൂ. അതായത് അതിനെക്കുറിച്ചേ ചിന്തിക്കുള്ളൂ. ഒന്നുകിൽ ഞാൻ അങ്ങേയറ്റം മോശക്കാരനാണ്, അതല്ലെങ്കിൽ എല്ലാം പെർഫെക്റ്റായി നടക്കും എന്നുള്ള ചിന്ത. സാധാരണഗതിയിൽ ഈ നെഗറ്റീവ് ചിന്തകൾ ഉള്ളവർ എപ്പോഴും ചിന്തിക്കാറുള്ളത് എല്ലാം മോശമായേ നടക്കൂ എന്നുള്ള രീതിയിലാണ്. എൻ്റെ ഗേൾഫ്രണ്ട് എൻ്റെ കോൾ അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ, തിരിച്ച് വിളിച്ചില്ലെങ്കിൽ തീർച്ചയായും അവൾ എന്നെ ഉപേക്ഷിക്കും. 10 ദിവസമായി എനിക്കിതുവരെ ഓഫീസിൽ നിന്നും വിളിയൊന്നും, അതായത് ഞാൻ ഇൻ്റർവ്യൂവിന് പോയിരുന്നു, ആ ഇൻ്റർവ്യൂവിൽ നിന്നും വിളികളൊന്നും വന്നില്ല. തീർച്ചയായും അവർ എന്നെ റിജക്റ്റ് ചെയ്തു. എനിക്ക് വയറിൽ നല്ല വേദനയുണ്ട്, ടെസ്റ്റ് എടുക്കാൻ ഡോക്ടർ പറഞ്ഞിരുന്നു. ഞാൻ ടെസ്റ്റ് എടുത്ത് ഡോക്ടറുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. ഡോക്ടർ ഇതുവരെയായിട്ടും സമാധാനിപ്പിക്കുന്ന തരത്തിൽ ഒന്നും പറഞ്ഞിട്ടില്ല. അതിനർത്ഥം തീർച്ചയായും എനിക്ക് ക്യാൻസർ ഉണ്ട് എന്നുള്ള തരത്തിലുള്ള വളരെ മോശമായ നെഗറ്റീവ് ചിന്തകൾ ആങ്സൈറ്റി ഉള്ളവർ എല്ലാവർക്കും, പൊതുവെ മാനസിക പ്രശ്നമുള്ള എല്ലാവരും കാണിക്കുന്ന ചിന്തകളാണിത്. ഇതിനെയാണ് ബ്ലാക്ക് ഓർ വൈറ്റ് തിങ്കിങ് എന്ന് പറയുന്നത്. ഇതിനിടയ്ക്ക് ഒരു ഗ്രേ ഏരിയ ഉണ്ട് എന്നുള്ളത് എല്ലാവരും മറന്നു പോകാറാണ് പതിവ്. കാരണം അവരുടെ മനസ്സ് പ്രക്ഷുബ്ധമാണ്. ഇമോഷണൽ റീസണിങ് എന്ന് പറഞ്ഞ ഒരു ചിന്താ പാറ്റേൺ, വൈകാരികമായ ചിന്താരീതി. നമ്മുടെ ബുദ്ധിശക്തിയെ ഉപയോഗപ്പെടുത്താതെ വികാരങ്ങളെ മാത്രം ഉപയോഗപ്പെടുത്തി, അല്ലെങ്കിൽ വികാരങ്ങൾ നമ്മുടെ ബുദ്ധിയെ ഓവർ പവർ ചെയ്യുന്ന രീതിയിലുള്ള ചിന്താ പാറ്റേൺ, അതിനെയാണ് വൈകാരികമായ ചിന്താരീതി, അതല്ലെങ്കിൽ എമോഷണൽ റീസണിങ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന്, ഒരമ്മ എന്നുള്ള നിലയ്ക്ക് ഞാൻ എൻ്റെ കുഞ്ഞിനെ തല്ലരുതായിരുന്നു, ഒരു കാരണവശാലും ഞാനങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, ഞാൻ വളരെ മോശം ഒരു അമ്മയാണ് എന്നുള്ള ചിന്ത. എനിക്ക് ആങ്സൈറ്റി ഉണ്ട്, അതിനർത്ഥം എൻ്റെ കുഞ്ഞിനെ ഞാൻ ചീത്ത പറയണം എന്നല്ല, ഞാൻ ആ കുഞ്ഞിനെ ഒരു കാരണവശാലും ചീത്ത പറയരുതായിരുന്നു, ഞാൻ വളരെ മോശം അമ്മയാണ്. എനിക്ക് ജോലിക്ക് പോകാൻ കഴിയുമായിരുന്നു, പക്ഷേ എനിക്ക് വളരെയധികം ടെൻഷൻ വന്നു, എനിക്ക് നല്ല തലവേദന ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ ജോലിക്ക് പോകണമായിരുന്നു, ഞാനത് ചെയ്തില്ല, അതുകൊണ്ട് ഞാൻ വളരെ മോശം ഒരു എംപ്ലോയിയാണ്. ഒരുപാട് കഷ്ടപ്പെട്ട് ഞാനൊരു ജോലി നേടിയെടുത്തു, ആ ജോലിയിൽ എനിക്ക് വളരെ സ്ട്രെസ് വന്നതുകൊണ്ട്, ആ ജോലി വളരെയധികം ടഫായതുകൊണ്ട് എനിക്ക് ആ ജോലിയിൽ തുടരാൻ സാധിച്ചില്ല, എനിക്ക് ആ ജോലി റിസൈൻ ചെയ്യേണ്ടി വന്നു, ഞാൻ വളരെ മോശം, കഴിവുകളെ ഇല്ലാത്ത, ഇനി അങ്ങോട്ട് ഒരു കാരണവശാലും ജീവിതത്തിൽ നന്നാവാനേ കഴിയാത്ത ഒരു വ്യക്തിയാണ്. ഇത്തരം തരത്തിലുള്ള ചിന്തകളെയാണ് എമോഷണൽ റീസണിങ് എന്ന് പറയുന്നത്. നമ്മുടെ വികാരങ്ങൾ പ്രക്ഷുബ്ധമാവുകയും
സാധാരണ രീതിയിൽ ചിന്തിക്കാൻ നമുക്ക് കഴിയാതാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം. ലേബലിംഗ് എന്നുള്ളതാണ് അടുത്തത്. അതായത് എന്തെങ്കിലും ഒരു ചിന്ത, എന്തെങ്കിലും ഒരു കാര്യം, എന്തെങ്കിലും ഒരു സാഹചര്യം, ഏതെങ്കിലും ഒരു ആൾ, അതിന് ഇന്ന രീതിയിലാണ് എന്ന് ലേബൽ ചെയ്യുക. അതായത് ഒരു ടാഗ് ചാർത്തി കൊടുക്കുക, ഒരു പേര് ചാർത്തി കൊടുക്കുക. എനിക്ക് ഭ്രാന്താണ്. ആങ്സൈറ്റി ഉള്ള പല ആളുകളും പറയാറുള്ള ഒരു വാക്കാണ് എനിക്കും ഭ്രാന്താണ്. അവൻ എന്നെ പ്രോപ്പറായിട്ട് മനസ്സിലാക്കുന്നില്ല, അതുകൊണ്ട് അവൻ സെൽഫിഷാണ്. അവൻ എന്നെ ഒരുപാട് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നു, അതുകൊണ്ട് അവൻ നാർസിസ്റ്റാണ്. ഇത്തരത്തിലുള്ള ലേബലിംഗ്, ആളങ്ങനെയാണ്, സാഹചര്യം അങ്ങനെയാണ്, എനിക്ക് ഈ ക്ലൈമറ്റിൽ പുറത്തേക്ക് പോകാൻ കഴിഞ്ഞില്ല, ക്ലൈമറ്റ് വളരെയധികം ക്രൂരനാണ്, ദൈവം എത്ര കാപട്യമുള്ള ആളാണ് എന്നുള്ള രീതിയിലുള്ള ചിന്തകൾ, ഒരു പർട്ടിക്കുലർ രീതിയിൽ ചിന്തകൾ പോകുമ്പോൾ അതിനെ, ആ സാഹചര്യത്തെ, ആ ആളിനെ, ചുറ്റുപാടിനെ ലേബൽ ചെയ്യുന്ന ഒരു രീതി. ഷുഡ് തിങ്കിങ്, SHOULD, ഷുഡ്, അതങ്ങനെയാണ് എന്നുള്ള ചിന്താരീതി. അതും നെഗറ്റീവ് ചിന്തകളുടെ സർവൈറിസ്റ്റിക്, ഇറാഷണൽ തോട്ടിൻ്റെ പാറ്റേണിൽ വരും. ഞാൻ അങ്ങനെ തന്നെ ചെയ്യണമായിരുന്നു, ഞാൻ ഇങ്ങനെ തന്നെ ചെയ്യണമായിരുന്നു, ഞാൻ എൻ്റെ ജോലിയിൽ തുടരണമായിരുന്നു, എൻ്റെ അമ്മയെ ഞാൻ വഴക്ക് പറയരുതായിരുന്നു. കൺഫർമേഷനാണ്, ഞാൻ അങ്ങനെയേ ചെയ്യാൻ പാടുകയുള്ളൂ, അങ്ങനെ ചെയ്യാൻ കഴിയാത്ത ഞാൻ എത്ര മോശക്കാരനാണ് എന്നുള്ള രീതിയിലുള്ള ചിന്താഗതി. സെൽഫ് ഷെയ്മിങ് അല്ലെങ്കിൽ ബ്ലെയിമിങ്, സ്വയം പഴിക്കുക അല്ലെങ്കിൽ സ്വയം അപഹസിക്കുക, ഇതും ഈ നെഗറ്റീവ് ചിന്തയുടെ പാറ്റേണിൽ വരുന്ന ഒരു രീതിയാണ്. മാനസിക പ്രശ്നമുള്ള എല്ലാവർക്കും വരുന്നതാണ്. ഞാൻ ചെയ്ത കാര്യങ്ങളെല്ലാം ഭംഗിയായി നടന്നു, പക്ഷേ അതിൽ എൻ്റെ എത്രത്തോളം കോൺട്രിബ്യൂഷൻ ഉണ്ടായിരുന്നു എന്ന് ഓർത്ത് നോക്കിയാൽ മതി. ഞാൻ അതിലൊരു കോൺട്രിബ്യൂഷനും ചെയ്തിട്ടില്ല. എല്ലാം ഭംഗിയായി നടന്നു, പക്ഷെ ഞാൻ അതിൽ കോൺട്രിബ്യൂഷൻ ഒന്നും ചെയ്തിട്ടില്ല, ഞാൻ ഒന്നിനും കൊള്ളാത്തവനാണ് എന്നുള്ള രീതിയിലുള്ള ചിന്താഗതി. ഇതിനു മുമ്പ് വരെ ഞാൻ എത്ര പെർഫെക്റ്റ് ആയിരുന്നു. ആങ്സൈറ്റി ഉള്ളവർ പൊതുവെ പറയുന്നതാണ്, 6 കൊല്ലം അല്ലെങ്കിൽ ഈ പാനിക് ഡിസോർഡർ തുടങ്ങുന്നതിന് മുമ്പോ, ആങ്സൈറ്റി ഡിസോർഡർ തുടങ്ങുന്നതിന് മുമ്പോ, 1 വർഷം മുമ്പ് വരെ, 6 മാസം മുമ്പ് വരെ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും എനിക്കുണ്ടായിട്ടില്ല. ഇപ്പോൾ മുതൽ ഇതെല്ലാം ഉണ്ടായി. എൻ്റെ ജീവിതം എത്ര മോശപ്പെട്ടതാണ്, ഞാൻ എത്ര ഷെയിംഫുള്ളാണ്, ഞാൻ എത്ര പരിഹസിക്കപ്പെടേണ്ടവനാണ്, ഞാൻ ഇങ്ങനെയെല്ലാം ചെയ്യേണ്ടി വരുന്നല്ലോ എന്നെല്ലാം ചിന്തിക്കുന്ന ഒരു സാഹചര്യം. അപ്പോൾ ഈ ചിന്താരീതികളാണ് നമുക്ക്, ഇതുപോലെ വേറെയും ചിന്താരീതികളുണ്ട്, അതെല്ലാം നമുക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ അവിടെയാണ് നമുക്ക് ജേർണലും അതേപോലെ കോഗ്നിറ്റീവ് റീസ്ട്രക്ചറിങ് അതെല്ലാം ഉപകാരപ്പെടുക. നമുക്ക് ഓരോന്നായി ചെയ്യാം, ഓരോ വീഡിയോയിൽ തന്നെ ഓരോന്നിനെയും കുറിച്ച് പറയുമ്പോൾ നമുക്ക് കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാവും. CBTയിലാണെങ്കിലും മറ്റേത് കൗൺസിലിംഗ് രീതികളിലാണെങ്കിലും പൊതുവെ നമ്മൾ ഈ ബിലീഫിനെയും അതേപോലെ ഈ ചിന്താരീതികളെയും എല്ലാം മാറ്റിപ്പറിക്കാനാണ് ശ്രമിക്കാറ്. ഇതാണ് നമ്മുടെ പാർട്ട് 1. ഈ വീഡിയോയിലെ പാർട്ട് 2 കാണാതിരിക്കാൻ മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.